നാട്ടുകാരെ ഡിപ്പാർട്ട്മെന്റുകാർ ഇതിൽ കാണുന്ന വിഷയമാണിത്. നമ്മുടെ നാട്ടിലൊക്കെ കുറെ മുമ്പ് പറഞ്ഞു വെച്ചതാണ് ഡബിൾ നെറ്റ് ഇട്ട് അടിക്കാൻ പാടില്ലെന്ന്. ഞങ്ങൾ വരുമ്പോൾ 2 വോട്ട് ഒരുമിച്ചിട്ടായിരുന്നു ഇവർ വലവലിച്ചത്. നമ്മളെ കണ്ടപ്പോ ഇവര് മറ്റേ വോട്ടിലുള്ള കഴി ഈ വോട്ടിലേക്ക് കൊടുത്തിട്ട് അവർ ഓടിപ്പോയ വോട്ട് കുറച്ച് കയ്യിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മളോട് പറയും ചെറുമീനുകൾ പിടിക്കാൻ പാടില്ല, അത് വംശനാശം നേരിടും. ഇവരെല്ലാം മീനെ പിടിച്ച് കൊന്ന് തള്ളിയിട്ട് ഇവർ നമ്മളെ പരാജയപ്പെടുന്നത്. നമ്മൾ 55 ആള് രാവിലെ പുലർച്ചെ 3 മണിക്ക് കയറി വന്ന വൈകിട്ട് 6 മണിക്ക് 7 മണിക്കൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു പൈസ കിട്ടുന്നില്ല. 100-400 ലിറ്റർ ഡീസലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ വോട്ടിന്റെ പേര് സജിന എന്നാണ് ബോട്ടിന്റെ പേര്. ഇവർ അരികത്തുള്ള 2 കലിയിലെ 2 വള്ളമുണ്ട്. ചെട്ടിപ്പടിയിലെ 2 കലിയില്, ചെട്ടിപ്പടിയിലെ ഒരു മറവന്റെ ബോട്ട്, 3 വള്ളക്കാരാണ് ഇപ്പോൾ ഇവർ അരികത്തുള്ളത്. ഒന്നും പ്രതികരിക്കുന്നില്ല. ഇവർ ഡബിൾ നെറ്റാന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇവർ ആരും പ്രതികരിക്കുന്നില്ല. ആ ബോട്ടിലുള്ളവരൊന്നും പ്രതികരിക്കാതെ അവർ നിൽക്കണം. അവർ കൂടെയുള്ള ബോട്ട് മറ്റേ കഴി ഈ ബോട്ടുകാരെടുത്ത് കൊടുത്തിട്ട് അവർ ഓടിപ്പോയി. അവർ ബോട്ടിന് പരിസരത്ത് കാണുന്നില്ല. ആ വീഡിയോയിലുണ്ട്. ബോട്ട് സജിന ബോട്ട് എന്ന പേര്. നമ്മൾ 4 മണിക്ക് 3 മണിക്കൊക്കെ ഉറങ്ങിയടിച്ച് വരുന്നിട്ട് നമ്മൾ കടാക്കി പോവാ. ഇവർ കുറച്ച് ആളുകൾ രാത്രി വള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് നേരം വെളുക്കോളം വലിയ വലട്ടുണ്ട് വല വലിക്കുക. എന്നിട്ട് നമ്മുടെ പറയും ചെറിയ മീൻ നഷ്ടപ്പെട്ടു പോയി പിടിക്കാൻ പാടില്ല എന്ന്. ബോട്ടിന്റെ പേരാ സജിന എന്നതാ. ചെട്ടിപ്പടുത്ത മറവ, പിന്നെ ചെട്ടിപ്പടുത്ത 2 കലിന്റെ വെള്ളമാണ് ഇപ്പൊ ഇവരെ പിടിക്കപ്പെട്ടത്. ഇവരെ കൂടെയുള്ള ബോട്ട് കടന്നുപോയി. വല്ല ദൂരമൊന്നും ഇല്ല. പക്ഷെ പടിഞ്ഞാറ് ഭാഗത്തുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണുന്ന എനിക്കറിയില്ല. അവർ ഓടിപ്പോയ വോട്ട് നമ്മൾ ഇവര് പിടിച്ചെന്ന് കണ്ടപ്പോ അവർ ഓട്ടം നിലിച്ച്. ഇന്നലെ അടിയന്നെ ഞാനും സോയിവേ ഇത് കണ്ട വോട്ടാര് ഡബിൾ നെറ്റ് ഇട്ട് വലിക്കാണ്. വള്ളക്കാരില്ലാത്ത ഗ്യാപ്പ് വെക്കാണ്ട. മറ്റേ ബോട്ടിന്റെ പേരെന്തോ? സജിന.